ഹലോ ഗായ്സ്, നമുക്കിന്നൊരു ബീൻസ് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ഫുൾ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 ചില്ലി ഫ്ലേക്സ്, പിന്നെ ബീൻസ്, പിന്നെ കുരുമുളക് പൊടി, ഇത് വേണ്ട കേട്ടോ, കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്. ഇത്രയും സാധനങ്ങൾ മതി കേട്ടോ. നമ്മൾ ചട്ടി എടുത്ത് വെക്കുന്നു. ചൂടായി കഴിയുമ്പോൾ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ, വേണമെങ്കിൽ ഒരു 3, മെഴുക്കുവരട്ടിയല്ലേ അപ്പോൾ കുറച്ച് ഓയിൽ കൂടുതൽ നല്ലതാണ്. 3 ടേബിൾ സ്പൂണൊക്കെ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നതാണ്. സ്പൂണിലാണ് അളന്ന് ഒഴിക്കണമെന്നില്ല. ഡെയിലി ഉണ്ടാക്കുന്നവർക്കറിയാലോ ഒരു ഏകദേശം എമൗണ്ട് എന്തോരം വേണമെന്ന്, അപ്പോൾ അത്രയും ഒഴിച്ചാൽ മതി. ഇതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് സവോള ഇടാം കേട്ടോ. പച്ചമുളകും ഉള്ളവർക്ക് പച്ചമുളകും കൂടി ഇടാം സവോളയുടെ കൂട്ടത്തിൽ തന്നെ, ഇത് വഴറ്റുന്ന സമയത്ത് തന്നെ. ഇനിയിപ്പോൾ പച്ചമുളകില്ല, അതുകൊണ്ടാണ് ഞാൻ ചില്ലി ഫ്ലേക്സ് എടുത്തേക്കുന്നത്. പച്ചമുളക് ഉണ്ടെങ്കിൽ തന്നെ ഒരു പച്ചമുളകും പിന്നെ ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയൊക്കെ ഇടാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതിന്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് സവോള ഇടുകയാണ്. എണ്ണ ചൂടായിട്ടില്ല, കംപ്ലീറ്റ് ചൂടായിട്ടില്ല, എന്നാലും പതിയെ ചൂടായിക്കോളും. ഒരു സ്പൂൺ എടുക്കണമല്ലോ. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇടണം. ചില്ലി ഫ്ലേക്സ് ഇവിടെ വെച്ചേക്കാം. കറിവേപ്പില കൂടെ ഉള്ളവർക്ക് അതും ഇടാം കേട്ടോ. കറിവേപ്പില ഇവിടെ ഇപ്പം ഇല്ല, അതാണ്. പിന്നെ ഇനി അടുത്തത് ഈ ചില്ലി ഫ്ലേക്സും കൂടി ഇടാണ്. നമ്മളിതിൽ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല കേട്ടോ, മെഴുക്കുവരട്ടിയല്ലേ, അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതിനാണ് ടേസ്റ്റ് കൂടുതൽ. കുറച്ച് ഉപ്പും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടാം. ഇത്ര ഉപ്പിടുന്നുള്ള, പിന്നെ നമുക്ക് നോക്കിയിട്ട് പിന്നെ ഇട്ടാൽ മതി. ഉപ്പിൻ്റെ അളവൊന്ന് ശരിക്കും അറിയാത്തവർ, ഡൗട്ടുള്ളവർ ഏറ്റവും മിനിമം ആദ്യം ഇട്ടിട്ട് പിന്നെ ഇട്ടാലും മതിയല്ലോ. ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ ഭയങ്കര പണിയാണ്. ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ബീൻസിനേക്കാളും, ബീൻസിൻ്റെ അത്രയും തന്നെ ഉണ്ടോ, ബീൻസ് ഇത്രയേ ഉള്ളൂ, അത്രയും തന്നെ ഏകദേശം സവോള എടുത്തിട്ടുണ്ട്. രണ്ടും ഒരേ എമൗണ്ടിൽ ഇന്ന് എടുത്തേക്കണത്. എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ശരിക്കും ഇത്രയും ബീൻസേ ഉള്ളൂ, അപ്പം ഇത്രയും സവോളയുടെ ആവശ്യമില്ല. ഇന്ന് പകുതി മതിയായിരുന്നു, പക്ഷേ എനിക്കെന്തോ ഇന്ന് 2 എടുക്കാൻ തോന്നി. ഇത് ഏകദേശം ഒന്ന് വാടി വരുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു കുറച്ച് മഞ്ഞൾ പൊടി ഇടാതെ, ഇത്രയും മതി. അങ്ങനെ കുറച്ചുകൂടി ഇട്ടേക്കാം. അത്രയും സവോള ഇല്ലേ. ഇനി ഇതിൻ്റെ പച്ച ചുവ അതൊക്കെ ഒന്ന് മാറണേ. അതുവരെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ മാറും അത്. ഇതിനകത്ത് നമ്മൾ പിന്നെ ലാസ്റ്റ് ഒരു കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുന്നുള്ളൂ, വേറെ പൊടികളൊന്നും ഇതിലിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഇത് കുറച്ചൊന്ന് വാടി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കുരുമുളക് പൊടി ഒന്ന് സെറ്റാക്കി വെക്കാം. ഫ്രഷായിട്ട് അപ്പം തന്നെ പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണെങ്കിൽ നല്ലതാണ്. ഇപ്പം ഇവിടെ ഇത്രയും കുറച്ചേ ഉള്ളൂ. ഇത് അവിടെ ഇരിക്കട്ടെ, ഇത് ലാസ്റ്റാണ് നമ്മൾ ഇടുന്നത്.
ഇത് മഞ്ഞൾപ്പൊടി കൂടിപ്പോയെന്ന് തോന്നണം, പക്ഷെ സാരമില്ല, ബീൻസും കൂടി ഇട്ട് കഴിയുമ്പോൾ സെറ്റാവും. ഇതൊന്ന് ശരിക്കും വാടിക്കോട്ടെ. ബീൻസിൻ്റെ കൂടെ പൊട്ടാറ്റോ ഒക്കെ ഇട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. ഉണ്ടോ പൊട്ടാറ്റോ ഉണ്ടായിരുന്നു, ഉണ്ടോ ഒരു 2-3 ഉണ്ടായിരുന്നു, 4 ഉണ്ട് ചെറുത്. പക്ഷേ ഇനി ഞാൻ മറന്നുപോയി, അതാണ് സാരില്ല. അപ്പോൾ ഏകദേശം നമുക്ക് ബീൻസ് ഇടാൻ ടൈം ആയിട്ടുണ്ട്. നമുക്ക് ബീൻസ് ഇടാം. എങ്ങനെയുണ്ട് ഇരിക്കട്ടെ. ഇത് ഏകദേശം നന്നായിട്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് ബീൻസ് അങ്ങ് ഇടാം. ഞാൻ ഫോൺ പിടിച്ചുകൊണ്ട് ഇങ്ങനെ എടുക്കുന്നതുകൊണ്ടുണ്ടല്ലോ, ബീൻസ് ഇപ്പം ഇങ്ങനെ ഇടാനേ പറ്റുന്നുള്ളൂ. ബീൻസ് കുറച്ചും കൂടി ചെറുതായിട്ടൊക്കെ അരിയാൻ പറ്റുന്നവരും അതിനോട് ക്ഷമയുള്ളവരും ഉണ്ടെങ്കിൽ അതും ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ്. എൻ്റെ ഓരോ ബീൻസിനും ഓരോ ഷേപ്പാണ്. നമ്മൾ ബീൻസ് ഇട്ടു, ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ കുരുമുളക് പൊടിയില്ലേ അതിടാവേ. അത് അവരവരുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി, വെറുതെ എരിവ് കൂട്ടണ്ടല്ലോ. കുറച്ചിട്ടു, ഒരു കുറച്ചും കൂടി മതി. മതിയാവും. മറ്റേ വറ്റൽമുളക് നമ്മൾ ഇട്ടതായിരുന്നല്ലോ. ഇനിയുണ്ടല്ലോ, നമുക്ക് ഈ സ്പൂണിൽ തന്നെ ഒരു 2 സ്പൂണ് വെള്ളവും കൂടി ഒഴിക്കാം. അതെന്തിനാണെന്നോ, ഈ ബീൻസ് നമുക്ക് ഇങ്ങനെ വെന്ത് വരണ്ടേ. അപ്പോൾ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയല്ല, അപ്പോൾ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒരു 2 സ്പൂൺ ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി എന്താ ഏകദേശം പതിയെ വെന്ത് വരുന്നുണ്ട്.